നവകേരളം എന്നത് സങ്കല്പമല്ല, യാഥാർത്ഥ്യമാക്കാനുള്ളതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടിന്റെയും ജനത്തിന്റെയും ഐക്യമാണ് പ്രതിസന്ധികളിൽ അതിജീവനം സാധ്യമാക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോന്നി വെട്ടൂർ കൊന്നപ്പാറ റോഡ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നവകേരളം എന്നത് സങ്കല്പമല്ല, യാഥാർത്ഥ്യമാക്കാനുള്ളതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വികസിത രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തിനൊപ്പം കേരളത്തെ എത്തിക്കുകയാണ് ലക്ഷ്യം. സർവതലസ്പർശിയായ വികസനമാണ് ആവശ്യം. ജനങ്ങളുടെ പിന്തുണയിലൂടെയാണ് വലിയ തോതിലുള്ള വികസനം നടത്തുന്നത്. നാടിന്റെയും ജനത്തിന്റെയും ഐക്യമാണ് പ്രതിസന്ധികളിൽ അതിജീവനം സാധ്യമാക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോന്നി വെട്ടൂർ കൊന്നപ്പാറ റോഡ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. എല്ലാം വളരെ വേഗം തന്നെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനം പൂർത്തീകരിച്ചതിന് ശേഷം നമുക്ക് ടൂറിസം രംഗത്തേക്ക് കടന്ന് നമ്മുടെ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ദീർഘവീക്ഷണമുള്ള പദ്ധതികളാണ് നമ്മൾ ആലോചിക്കുന്നത്. തീർച്ചയായും ഈ നാടിൻ്റെ നല്ല പിന്തുണ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഈ അവസരത്തിൽ നിങ്ങളോട് എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ റോഡിൽ ഉദ്ഘാടനം പിന്നീടുണ്ടാവും. ശിലാഫലകത്തിൻ്റെ അനാച്ഛാദനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. കിഫ്ബിയിലൂടെ സംസ്ഥാനത്ത് കൂടുതൽ വികസനം നടന്നു. സംസ്ഥാനത്ത് പാലം, ഓവർബ്രിഡ്ജ്, ഫ്ലൈ ഓവർ തുടങ്ങിയവയിലൂടെ കൂടുതൽ വികസനം സാധ്യമാക്കി. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണത്തിന് സംസ്ഥാന സർക്കാർ 5000 കോടി രൂപ ചിലവഴിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പിലാക്കി. ആർദ്രം മിഷൻ പദ്ധതിയിലൂടെ സാധാരണക്കാർക്ക് മികച്ച ചികിത്സാ സൗകര്യമൊരുക്കി. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ പലവിധത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യമൊരുക്കി. സംസ്ഥാനത്ത് നവജാത ശിശുമരണ നിരക്ക് മാതൃമരണ നിരക്കിലും ഗണ്യമായ കുറവുണ്ടായി. വിവിധ മേഖലകളിൽ 90,000 കോടി രൂപയുടെ വികസനം കിഫ്ബി വഴി ഏറ്റെടുത്തു. മികച്ച രീതിയിലുള്ള പുനരധിവാസമാണ് ചൂരൽമലയിൽ ഒരുങ്ങുന്നത്. പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന നയമാണ് സർക്കാരിന്റേത്. വീട്ടമ്മമാർക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി സംസ്ഥാനത്ത് ആരംഭിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് കിഫ്ബിയിലൂടെ പാലം, റോഡ്, കെട്ടിടം തുടങ്ങിയവയുടെ നിർമ്മാണം സാധ്യമായതായി അധ്യക്ഷത വഹിച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. സർക്കാരിന്റെ വികസന പദ്ധതികളുടെ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായതായും മന്ത്രി കൂട്ടിച്ചേർത്തു. KU ജനീഷ് കുമാർ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. മലയാലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, വൈസ് പ്രസിഡന്റ് A ശ്യാംലാൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KR ശ്യാമള, അംഗങ്ങളായ മലയാലപ്പുഴ മോഹനൻ, പ്രീജ P നായർ, N വളർമതി, NS ശശിലത, M നാഗൂർ മീര, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K സജികുമാർ, KA പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുമരാമത്ത് നിരത്ത് വിഭാഗം ചീഫ് എഞ്ചിനീയർ അജിത് രാമചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ G ബാബുരാജൻ നന്ദി രേഖപ്പെടുത്തി. കോന്നി നിയോജക മണ്ഡലത്തിലൂടെ കടന്നുപോകുന്നതും പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിന്റെ അധീനതയിലുള്ളതുമായ 9.9 കിലോമീറ്റർ ദൈർഘ്യമുള്ള 3 റോഡുകളാണ് മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചത്. നവീകരിച്ച സഞ്ചയിത്ത് കടവ് പാലം, അപ്രോച്ച് റോഡ്, കുമ്പഴ വെട്ടൂർ വഴി കോന്നി റോഡ് എന്നിവ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ പ്രധാന സമാന്തര പാതയാണ്. കോന്നി മലയാലപ്പുഴ വടശ്ശേരിക്കര പഞ്ചായത്തുകളുമായി ബന്ധിപ്പിക്കുന്നു. ചാങ്കൂർ അതുമ്പുംകുളം റോഡ് ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ അടവി, തണ്ണിത്തോട് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡാണ്. റോഡുകളുടെ മോശമായ ഭാഗങ്ങൾ പൂർണ്ണമായും GSBW, MMBM, ബാക്കി BC ഓവർലേയിലൂടെയുമാണ് പൂർത്തിയാക്കിയത്. ആവശ്യ ഭാഗങ്ങളിൽ ഐറിഷ് ഓടകളും ട്രാഫിക് സേഫ്റ്റി ഉപാധികളായ ലൈൻ മാർക്കിങ്ങുകൾ, സ്റ്റഡുകൾ എന്നിവയും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.